മേലുദ്യോഗസ്ഥൻ്റെയും സഹപ്രവർത്തകരുടെയും മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്ന് ജീവനൊടുക്കിയ കൊല്ലം പരവൂർ മുൻസിഫ് കോടതി APPയുടെ ശബ്ദരേഖ. ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായെന്നും അനീഷ അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് സുഹൃത്തുക്കൾക്കയച്ച വാട്സാപ്പ് സന്ദേശത്തിലാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ വിവരങ്ങൾ വികാരഭരിതമായി അനീഷ പങ്കുവച്ചത്. ജോലി ചെയ്യാത്ത സഹപ്രവർത്തകരെ മേലുദ്യോഗസ്ഥൻ പ്രോത്സാഹിപ്പിച്ചു. ജോലിയിലെ പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി തന്നെ അപമാനിച്ചു. നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു. തനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ലെന്നും അനീഷ ഈ ശബ്ദരേഖയിൽ പറയുന്നു. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് DDP എനിക്ക് അത്രയും അപമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ടാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ തെറ്റ് ചെയ്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരുത്തന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് ഞാൻ ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം. സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നത്? എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം അനീഷയേറെ തളർത്തിയിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. ജഡ്ജിക്കുൾപ്പെടെ പരാതി നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഹറാസ്മെൻറ്റ് ഗ്രൂപ്പ് ചേർന്നിട്ട് അവളെ കോർണർ ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കക്ഷി ഹറാസ് ചെയ്തുകൊണ്ടിരുന്നു. ജൂനിയറായിട്ടുള്ള കക്ഷിയുടെ നിന്ന് വളരെ ജൂനിയറായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് വളരെ താഴ്ന്ന രീതിയിൽ കക്ഷിയോട് പെരുമാറിക്കൊണ്ടിരുന്നു. ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് മൂലം ഈ മാനസികപരമായിട്ട് കക്ഷിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇത് ഗ്രാജുവലി ഡെവലപ്പായി അറ്റ് ദ എൻഡ് ഓഫ് ദ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ചെയ്തു പോയതാണ് എൻ്റെ സിസ്റ്റം. മാനസിക പീഡനം വ്യക്തമാക്കുന്ന അനീഷയുടെ ഡയറിയും ഓഡിയോ സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചു. അസ്വാഭാവിക മരണത്തിനാണ് കേസ്. 9 വർഷമായി APPയായി ജോലി ചെയ്യുകയായിരുന്നു അനീഷ. മാവേലിക്കര കോടതിയിലെ ജഡ്ജി അജിത് കുമാറാണ് ഭർത്താവ്. അനീഷയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൈരളി ന്യൂസ്, കൊല്ലം.